ഹലോ മക്കളെ, NTA ഭാഗത്ത് നിന്ന് JEE 2025 എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹ്യൂജ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. നമ്മുടെ ജനുവരി 16 ഇപ്പം വളരെ കുറച്ച് സമയത്തിന് മുന്നേ റിലീസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അതായത് നമ്മുടെ അപ്ലിക്കേഷൻ സമയത്ത് തന്നെ ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആയാൽ പ്രശ്നമുണ്ടോ, ബ്ലാക്ക് ആയാൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ പറഞ്ഞൊരു കാര്യം എന്താണ്, ഇൻസ്ട്രക്ഷൻസ് എന്താണോ അത് അതുപോലെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ NTA പറയുന്നത് ഇതാണ്, സബ്ജക്ട് എന്താണ്, ഡിസ്ക്രിപ്പൻസി ഇൻ ഇമേജ് അപ്ലോഡഡ് ബൈ ദ കാൻഡിഡേറ്റ് ഫോർ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ്. അതായത് ഒരുപാട് കുട്ടികൾ ഇമേജ് അവരുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിൽ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ദാറ്റ് ഫോട്ടോഗ്രാഫ് അപ്ലോഡഡ് ബൈ എ ഫ്യൂ കാൻഡിഡേറ്റ്സ് ഫോർ JEE മെയിൻ has not been found as per required specifications. നേരത്തെ NTA പറഞ്ഞിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് പോലെ എന്ത് ചെയ്തിട്ടില്ല, അപ്ലോഡ് ചെയ്തിട്ടില്ല. It has been decided to give an opportunity to such candidates to upload photograph as per required specification to avoid rejection of application. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിൽ തെറ്റുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാൻ വരെ സാധ്യതയുണ്ട്. All such candidates whose photograph are to be changed will be informed about it by message ഓൺ രജിസ്റ്റേർഡ് ഇമെയിൽ. നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിലും SMS-ലും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. അങ്ങനെ കിട്ടിയ ആളുകൾ മാത്രം എന്ത് ചെയ്താൽ മതി, ഫോട്ടോ ചേഞ്ച് ചെയ്താൽ മതി. ദീസ് കാൻഡിഡേറ്റ്സ് നീഡ് ടു ലോഗിൻ യൂസിങ് ദെയർ ക്രെഡൻഷ്യൽസ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ലിങ്ക് ടു അപ്ലോഡ് ന്യൂ ഫോട്ടോഗ്രാഫ് ആസ് പെർ ഷെഡ്യൂൾ ഗിവൺ ബിലോ. അതായത് ജനുവരി 16 മുതൽ ജനുവരി 17 രാത്രി 11:50 ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യുക. എല്ലാവർക്കും ഇത് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ആർക്കൊക്കെയാണ് പ്രശ്നമുള്ളത്, ആ ആളുകൾക്കുള്ള ഇൻഫർമേഷൻ ഇമെയിലായിട്ടും SMS ആയിട്ടും കിട്ടിയിട്ടുണ്ടാകും. ആ ആളുകൾ മാത്രം ചെയ്താൽ മതി. സ്പെസിഫിക്കേഷൻസ് ഫോർ കാൻഡിഡേറ്റ്സ് ഫോട്ടോഗ്രാഫ് ടു ബി അപ്ലോഡഡ് എന്തൊക്കെയാണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഒന്ന്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫിൻ്റെ സൈസ്, ഫയൽ സൈസ് ബിറ്റ്വീൻ 10 KB ആൻഡ് 300 KB ആയിരിക്കണം. അതുപോലെ റീസെൻറ്റ് ഫോട്ടോഗ്രാഫ് ഷുഡ് ബി ഇൻ കളർ ഫോട്ടോ ആവണം. 80% ഫേസ് വിത്തൗട്ട് എനി മാസ്ക് എന്താണ്, വിസിബിൾ ആയിരിക്കണം. അപ്പോൾ നമ്മൾ മുഖം മറയുന്ന രീതിയിൽ എന്തെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. എഗെയിൻസ്റ്റ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, ഒന്നും കൂടി ഞാൻ റിമൈൻഡ് ചെയ്യുകയാണ്, ഇൻസ്ട്രക്ഷൻസിൽ പണ്ടേ പറഞ്ഞിട്ടുണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത്. അത് വെറുതെ റിസ്ക് എടുത്തിട്ട് ബ്ലൂ ആക്കിയ ആളുകൾ ഇനി എന്ത് ചെയ്യണം, പോയി മാറ്റേണ്ടി വരും. ദ ഫോട്ടോഗ്രാഫ് ഷുഡ് ബി നെയിംഡ് ആസ് ഫോട്ടോഗ്രാഫ് എന്ന് തന്നെ അതിന് പേര് കൊടുക്കണം. ഇൻ JPG ഓർ JPEG ഫോർമാറ്റ് ക്ലിയർലി ലെജിബിൾ. ഓക്കെ, സ്പെക്ടക്കിൾസ് ആർ അലൗഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബീങ് യൂസ്ഡ് റെഗുലർലി. കാരണം നിങ്ങൾ എക്സാം ഹാളിൽ പോകുമ്പോഴും അങ്ങനത്തെ ആളുകൾക്ക് സ്പെക്സ് വേണ്ടി വരും. പോളറോയിഡ് ആൻഡ് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഫോട്ടോസ് ആർ നോട്ട് അക്സെപ്റ്റബിൾ. ആപ്ലിക്കേഷൻസ് നോട്ട് കംപ്ലൈങ് വിത്ത് ദീസ് ഇൻസ്ട്രക്ഷൻസ് ഓർ വിത്ത് അൺക്ലിയർ ഫോട്ടോഗ്രാഫ്സ് ആർ ലയബിൾ ടു ബി റിജക്റ്റഡ്. ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലാതെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ, ഈ ഒരു വിൻഡോയിലും അവരെ ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റിജക്റ്റ് ആകും എന്നാണ് NTAയുടെ അപ്ഡേറ്റ് പറയുന്നത്. ആപ്ലിക്കേഷൻ വിത്തൗട്ട് ഫോട്ടോഗ്രാഫ് ആസ് പെർ സ്പെസിഫിക്കേഷൻ ഗിവൺ എബവ് ഷാൾ ബി റിജക്റ്റഡ്. ഫോട്ടോഗ്രാഫ് നീഡ് നോട്ട് ബി അറ്റസ്റ്റഡ്. അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു കീപ് 6 to 8 പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു 6 മുതൽ 8 വരെ ഫോട്ടോഗ്രാഫ് കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അഡ്മിഷൻ സമയത്തൊക്കെ ആവശ്യം വരും. കാൻഡിഡേറ്റ്സ് may note that if photograph uploaded are found to be fabricated, that is D-shaped or seem to be handmade or computer made, the application of the candidate will be rejected and the same would be considered as using unfair means and the candidate would be dealt with accordingly. അപ്പോൾ അത്തരത്തിലുള്ള കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള തട്ടിപ്പുകളൊന്നും ശ്രമിക്കരുത്. കറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ എടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ മുഖം മാക്സിമം കാണുന്ന രൂപത്തിൽ തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു ടേക്ക് നോട്ട് ഓഫ് ദി അബവ് ആൻഡ് ആക്ട് അക്കോർഡിംഗ്ലി. അപ്പോൾ ഇന്ന് വന്ന നോട്ടിഫിക്കേഷനാണ്, എല്ലാ ആളുകളും ചെക്ക് ചെയ്യുക. ആർക്കെങ്കിലും ഈ ഒരു ഇമെയിൽ ID-യിലും SMS-ലും ഫോട്ടോയിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കാരണം അങ്ങനത്തെ ആളുകൾക്ക് എല്ലാവർക്കും ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്നും അതെങ്ങനെ നാളെ 11:50 സോൾവ് ചെയ്യാമെന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് JEE എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്രശ്നം കാരണം വെറും ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ഒരു കാരണം ഒന്നും ആ ഒരു റീസൺ കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പാടില്ല. നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നല്ല സങ്കടമായിരിക്കും. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അറിയിച്ചതാണ് നിങ്ങളെ. ആസ് സൂൺ ആസ് പോസിബിൾ എന്ത് ചെയ്യുക, ഈ മാറ്റങ്ങൾ വരുത്തുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.